ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ചതി അവൻ പൊറുക്കും തോന്നുന്നുണ്ടോ? എന്ത് ചതി? ഒരു സഹോദരന്റെ ജീവിതം നന്നാക്കാൻ ഒരു സഹോദരി ചെയ്യുന്ന ത്യാഗം. ഇതിനെ അങ്ങനെ കണ്ടാ മതി. ചതി പോലും. നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്ന എന്താ ഉറപ്പ്? എനിക്കുറപ്പുണ്ട്. അതെ, ഗോകുലിന്റെ മുറിയിൽ ഞാൻ കയറുന്നത് അവൻ അത്ര ഇഷ്ടമല്ല. ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ ഞാൻ കഴുകി മടക്കി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ ഷീറ്റ് ഒന്ന് വിരിച്ചു കൊടുത്തേക്കണേ. ശരി, ഞാൻ ചെയ്തോളാം. ഓക്കെ, ഗുഡ് നൈറ്റ്. കണ്ണു വല്ലാതെ അടഞ്ഞു പോകുന്നല്ലോ. അപ്പൊ സംഗതി ഏറ്റു. സമൃദ്ധേ, സമൃദ്ധേ, എന്താ പറ്റിയേ? നല്ല ഒന്നാം തന്നെ കിടപ്പ് തന്നെ. ഇത്ര വേഗം ഇവള് ബോധം കെടുന്നു ഞാൻ വിചാരിച്ചില്ല. ഗോകുല് വരുമ്പോ അവന്റെ മുറിയില് അവന്റെ കട്ടില് നീ. ഇന്നത്തെ ദിവസം കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഈ മുറി മതി.
ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. പാവം, ഇന്ന് നിന്റെ ജീവിതത്തിലെ നിനക്ക് മറക്കാൻ പറ്റാത്ത രാത്രിയായിരിക്കും. ഇനി ഗോകുല് വരുമ്പോ പറയേണ്ടതും ചെയ്യേണ്ടതും എന്തൊക്കെയാന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിന്റെ ആദ്യ രാത്രിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഡേ, നീ എന്ത് തോന്നിയോസാ കാണിച്ചത്? ഇത് ചെയ്തത് നീയാണെന്ന് അവൻ അറിഞ്ഞാലുണ്ടല്ലോ. ദേ, ഇതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല, പറഞ്ഞേക്കാം. ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റെടുത്തു. പോരെ? എന്താ നിന്റെ ഉദ്ദേശം? നമ്മുടെ കുടുംബത്തിന്റെ നന്മ മാത്രമാ എന്റെ ലക്ഷ്യം. അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാകരുത്. അമ്മേ, ലോകത്ത് ഭാര്യ മരിച്ച പുരുഷൻ അമ്മയുടെ മകൻ മാത്രമല്ല ഉള്ളത്. കുറച്ചു നാള് വിഷമവും സങ്കടമൊക്കെ ഉള്ളിൽ അടക്കി നടക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോ പിന്നീട് ഒരു പെൺകുട്ടി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലാന്ന് വരും. അപ്പോ വീണ്ടും രണ്ടാമത് വിവാഹം കഴിക്കും. എല്ലാ പുരുഷന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാ ജീവിക്കുന്നത്. അവന് നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഞാനും അവനും ഈ വയറ്റിന്ന് തന്നെയല്ലേ വന്നത്. അതുകൊണ്ട് എനിക്ക് അവനെ നല്ലതുപോലെ അറിയാം. അവൻ എന്തായാലും ഇനി സന്യാസിയൊന്നും ആവാൻ പോകുന്നില്ല. എന്തൊക്കെയായാലും അവനൊരാണല്ലേ. അത്രയൊന്നും പിടിച്ചു നിൽക്കാൻ അവനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ചതി അവൻ പൊറുക്കും തോന്നുന്നുണ്ടോ? എന്ത് ചതി? ഒരു സഹോദരന്റെ ജീവിതം നന്നാക്കാൻ ഒരു സഹോദരി ചെയ്യുന്ന ത്യാഗം. ഇതിനെ അങ്ങനെ കണ്ടാ മതി. ചതി പോലും. നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്ന എന്താ ഉറപ്പ്? എനിക്കുറപ്പുണ്ട്. 7-8 വർഷമായി അവന്റെ ഭാര്യ മരിച്ചിട്ട്. പക്ഷേ ദൈവം അന്ന് തന്നെ അവന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണിനെ കൊടുത്തു. അതും പഴയ ഓർമ്മകളൊന്നുമില്ലാത്ത ഒരുത്തിയെ. അതെന്തിനായിരുന്നു എന്ന് അമ്മ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? അവന്റെ ഭാര്യയാകാൻ വേണ്ടി തന്നെയാ. ഇത്രയും കാലം ഗോകുലിനത് മനസ്സിലായില്ല. മരിച്ചു പോയവളുടെ ഓർമ്മയില് കാലം കഴിച്ചു. ഞാനും ഒരു പെണ്ണാ. അവന്റെ മനസ്സിലിപ്പോ സമൃദ്ധിയോട് നല്ലതുപോലെ സ്നേഹവും ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. വക്കീലാണെങ്കിലും ഒരു പെണ്ണിനോട് സ്വന്തം മനസ്സിലെ ഇഷ്ടം പറയാനുള്ള ധൈര്യമൊന്നും അവനിപ്പോഴും ഇല്ല.